ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നതേ ഇനിയിപ്പോൾ നമ്മുടെ തേർഡും ഫോർത്തിനും അധികം ദിവസമില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഭാഗങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ചിലപ്പോൾ ഇനി നമുക്കത് തേർഡിലും ഫോർത്തിലും അതിന് എന്തായാലും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലെയും എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് വന്നതെന്നല്ല ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് ഓരോ ക്ലാസ്സിലായിട്ട് എന്തായാലും ഞാൻ തേർഡും ഫോർത്തിനും മുന്നേ ആയിട്ട് ഞാനത് എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമുക്കതിൻ്റെ SCERT ലിസ്റ്റും കൂടെ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇന്ത്യയുടെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ ശേഖരണം, സംഭരണം, സംസ്കരണം, വിതരണം എന്നിവയുടെ എല്ലാം പൂർണ്ണമായ ചുമതലയുള്ള നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ ഹൈദരാബാദ് ആണ് കേട്ടോ. നമ്മൾ ISRO എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. അതൊന്നും വന്നതല്ല, അതിന്ന് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെവിടെ കണ്ടോ? റിമോട്ട് സെൻസിംഗ് ഏജൻസി സ്ഥാപിതമായത് 74 ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. റിമോട്ട് സെൻസിംഗ് ഉപകരണങ്ങൾ നൽകുന്ന വിവരങ്ങൾ, ശേഖരണങ്ങൾ, സംഭരണം, സംസ്കരണം, വിതരണം കണ്ടോ ഇതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന സെൻ്ററാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ക്ലാസ് VFAക്കും അതുപോലെ തന്നെ LDC മെയിൻസിനും നമുക്ക് യൂസ്ഫുൾ ആവും കേട്ടോ. LGSനും നമുക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആവും. അതിൽ ISRO മാത്രമേ ഉള്ളൂ കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റേജിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ തേർഡിലോ ഫോർത്തിലോ ഏതെങ്കിലും ഒരു സ്റ്റേജിലും കൂടെ ആ ഒരു ടോപ്പിക്ക് വരാൻ ചാൻസ് ഉണ്ട്. എനിക്കറിയില്ല, പക്ഷേ നമ്മുടെ ഒരു ഇതാണ്. ഇപ്പോൾ ഒന്നിൽ വന്ന സ്ഥിതിക്ക് എന്തായാലും ചിലപ്പോൾ അടുത്ത ഏതെങ്കിലും സ്റ്റേജിൽ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുന്ന ഒരു തോന്നൽ. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാനിത് ഐ ബട്ടണിൽ കൊടുത്തേക്കാം കേട്ടോ, കണ്ടു നോക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ്. നമ്മൾ ഒരേ വട്ടം പറഞ്ഞതാണ്. കലാമിന് ഏതിൻ്റെയാണ്? സിങ്കിൻ്റെയാണ്. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലും അയിര് എന്നുള്ളൊരു ടോപ്പിക്ക് കോമൺ ആയിട്ട് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് SCERT ഭാഗം നോക്കാം. നോക്കിയേ, അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ്. ഇരുമ്പിൻ്റെ അയിര് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഏതൊക്കെയാണ്? ഇരുമ്പിൻ്റെ അയിര് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ആണ്. ഇപ്പം തന്നെ പഠിച്ചിട്ട് പോകാം കേട്ടോ. ഇരുമ്പിൻ്റെ അയിര് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. കോപ്പറിൻ്റെ ഏതാണ്? കോപ്പർ പെറൈറ്റിസ്, കോപ്പർ ഗ്ലാൻഡ്, കുപ്രൈറ്റ്. ഏതൊക്കെയാണ്? കോപ്പർ പെറൈറ്റിസ്, കോപ്പർ ഗ്ലാൻഡ്, കുപ്രൈറ്റ്. അടുത്തത് സിങ്കിനെ നോക്കിയേ. സിങ്ക് ബ്ലെൻഡ്, കലാമിൻ. കലാമിനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സിങ്ക് ബ്ലെൻഡ്, കലാമിൻ ഏതിൻ്റെയാണ്? സിങ്കിൻ്റെ അയിരാണ്. ടിന്നിൻ്റെ അയിര് ഏതൊക്കെയാണ്? കാസിറ്ററൈറ്റ്, ടിൻ സ്റ്റോണ്. കാസിറ്ററൈറ്റ്, ടിൻ സ്റ്റോൺ എന്നിവയാണ് ടിന്നിൻ്റെ അയിരായിട്ട് പറയുന്നത്. ഇരുമ്പിൻ്റെ അയിര് ഏതൊക്കെയാണ്? ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. കോപ്പർ ഏതൊക്കെയാണ്? കോപ്പർ പെറൈറ്റിസ്, കോപ്പർ ഗ്ലാൻഡ്, കുപ്രൈറ്റ്. സിങ്കിൻ്റെ സിങ്ക് ബ്ലെൻഡ്, കലാമിൻ. ടിന്നിൻ്റെ ഏതാണ്? കാസിറ്ററൈറ്റ്, ടിൻ സ്റ്റോണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ഏതെങ്കിലും ഒരു ബുക്കിൻ്റെ പിൻഭാഗത്തുനിന്നോ ഫ്രണ്ടിൽ എവിടുന്ന് വേണമെങ്കിലും ഈ ഒരു തേർഡ് ഫോർത്തിലേക്ക് വേണ്ടിയിട്ട് എഴുതി തുടങ്ങുക കേട്ടോ. ചെറിയ ചെറിയ നോട്ടാക്കിയിട്ട് എഴുതി തുടങ്ങുക. അപ്പോൾ അത് നമുക്ക് എക്സാമിന് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളായിരിക്കുമേ. ഇനി ഇതിൽ ഉൾപ്പെടുത്താത്തതും കൂടെ നമുക്കൊന്ന് നോക്കാവേ. ലെഡിൻ്റെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ സ്ഥിരമായിട്ട് വരുന്നതാണ്. ലെഡിൻ്റെ അയിര് ഏതൊക്കെയാണ്? ലിത്താർജ്, സെറുസൈറ്റ് എന്നിവയാണ് കേട്ടോ. ലിത്താർജ്, സെറുസൈറ്റ് എന്നിവ. ഒന്നും കൂടി ഉണ്ട്, ഗലീന. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഗലീന. ലെഡിൻ്റെ അയിര് ഗലീന കേട്ടോ. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ലിത്താർജ്, സെറുസൈറ്റ്, ഗലീന മുതലായവയാണ് ലെഡിൻ്റെ അയിരായിട്ട് പറയുന്നത് കേട്ടോ. ഗലീനയാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. അടുത്തതാണ് യുറേനിയം. യുറേനിയത്തിൻ്റെ ഏതാണ്? പിച്ച് ബ്ലെൻഡ് ആണ്. യുറേനിയത്തിൻ്റെ ഏതാണ്? പിച്ച് ബ്ലെൻഡ്. മെർക്കുറി, സിന്നബാർ. മെർക്കുറിയുടെ അയിര് ഏതാണ്? സിന്നബാർ. സ്വർണത്തിൻ്റെയോ? ബിസ്മിത്തറൈറ്റ്. ബിസ്മിത്തറൈറ്റ് എന്ന് പറയുന്നതാണ് സ്വർണത്തിൻ്റെ അയിര്. സ്വർണത്തിൻ്റെ അയിര് ഏതാണ്? ബിസ്മിത്തറൈറ്റ്. ടൈറ്റാനിയത്തിൻ്റെ ആണെങ്കിൽ റൂട്ടൈലും ഇൽമാനൈറ്റും ആണ്. റൂട്ടൈലും ഇൽമാനൈറ്റും ഏതിൻ്റെയാണ്? ടൈറ്റാനിയത്തിൻ്റെയാണ്. ഇതും കൂടെ കൂട്ടത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇതെല്ലാം മുന്നേ എക്സാമിന് ചോദിച്ചിട്ടുള്ള ലോഹങ്ങളും അയിരുമാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ. മാരകമായ അമീബിക് മസ്തിഷ്കജ്വരം മലിനജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ്. ഈ രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവി ഏതാണ്? നെഗ്ലേറിയ ഫൗലേറിയ ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ റിംഗ് വേമിനും
കാൻഡിഡിയാസിസിനും പൊതുവായുള്ള സവിശേഷത എന്താണ്? രണ്ടും പ്രോട്ടോസോവ കാരണമാണ് ഉണ്ടാകുന്നത്, രണ്ടും ഫംഗസ് മൂലമാണ് ഉണ്ടാകുന്നത്, രണ്ടും വായുവിലൂടെ മാത്രമാണ് പകരുന്നത്, രണ്ടിനും രോഗഹേതു വിരകളാണ്. ഇതിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ. രണ്ടും എന്താണ്? ഫംഗസ് മൂലമാണ് ഉണ്ടാകുന്നത്. റിംഗ്വേമും കാൻഡിഡിയാസും എന്താണ്? ഫംഗസ് മൂലമാണ് ഉണ്ടാകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് 10th സ്റ്റാൻഡേർഡിലെ 5th ചാപ്റ്റർ ആയിട്ടുള്ള പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ. നമുക്കത് നോക്കാം. കണ്ടോ, ഫംഗസ് ഇതാ കൊടുത്തിരിക്കുന്നു, റിംഗ്വിങ്, കാൻഡിഡിയാസ് കൊടുത്തിട്ടുണ്ട്. ഫംഗസുകളും മനുഷ്യരിൽ പലതരം രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇവ ചർമ്മത്തിലും നഖങ്ങളിലും നേരിട്ട് അണുബാധ ഉണ്ടാക്കുകയോ വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്താണ് രോഗങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇവിടെ താഴത്തെ പട്ടിക നോക്കാനാണ് പറയുന്നത്. റിംഗ്വേം എന്താണ്? രോഗം ബാധിച്ചവരിലൂടെയും സ്പർശനത്തിലൂടെയും മലിനമായ വസ്തുക്കളിലൂടെയും മൃഗങ്ങളിൽ നിന്നും എന്ത് ബാധിക്കാം? റിംഗ്വേം ബാധിക്കാം. എന്താണ് അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്? വൃത്താകൃതിയിലുള്ള ചുവന്ന പാടുകൾ, അവിടെ എന്തായിരിക്കും? ചൊറിച്ചിലുണ്ടായിരിക്കും. അടുത്തത് നോക്കൂ, കാൻഡിഡിയാസിസ് നേരിട്ടുള്ള സമ്പർക്കം, വസ്ത്രങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെ ലൈംഗിക ബന്ധം വഴി. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? വായിൽ വെളുത്ത പാടുകൾ, ചൊറിച്ചിൽ, ബാധിച്ച ഇടത്ത് ചുവപ്പ്, ചൊറിച്ചിലുണ്ടാകുന്ന പാടുകൾ, നിറം മങ്ങിയ കട്ടിയുള്ള നഖങ്ങൾ. ഇത്രയുമാണ് കാൻഡിഡിയാസിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ റിംഗ്വേമും കാൻഡിഡിയാസും എന്താണ്? രണ്ടും ഫംഗസ് രോഗങ്ങളാണ്. അപ്പോൾ നമുക്ക് അതേ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെയാണ് നമ്മുടെ മലമ്പനി, അതുപോലെ തന്നെ നിപ്പ, എലിപ്പനി, ഇതെല്ലാം ആ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ ചിലപ്പോൾ ആ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. മലമ്പനിക്ക് കാരണം ഏതാണ്? പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ്. മലമ്പനിക്ക് രോഗകാരി ഏതാണ്? പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവ വിഭാഗത്തിൽപ്പെടുന്ന പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞിട്ടുള്ള രോഗകാരിയാണ് മലമ്പനിയുടേത് എന്ന് പറയുന്നത് കേട്ടോ. രോഗകാരി ഏതാണ്? പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവ. പഠിച്ചിട്ട് പോവാട്ടോ. അനോഫിലസ് പെൺകൊതുകുകളാണ് ഈ രോഗാണുവിനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ തരാം. അപ്പോൾ പഠിച്ചിട്ട് പോവാം. അനോഫിലസ് പെൺകൊതുകുകളാണ് ഈ രോഗാണുവിനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത്. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ് മലമ്പനിയുടെ രോഗകാരി എന്ന് പറയുന്നത്. അനോഫിലസ് പെൺകൊതുകുകളാണ് ഈ രോഗാണുവിനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ കൊതുക് കടിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പ്ലാസ്മോഡിയം ശരീരത്തിൽ എന്താണ് കൊതുക് കുത്തുന്നതിലൂടെ പ്ലാസ്മോഡിയം ശരീരത്തിലെത്തും, അത് പെരുകും, ചുവന്ന രക്തകോശാണുക്കളെ നശിപ്പിക്കും. ഇതാണ്. ഇടവിട്ടുള്ള പനി, കുളിരും വിറയലും, തലവേദന, ഛർദി, പേശീവേദന, ശരീരവേദന, ക്ഷീണം എന്നിവയാണ് ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങളും നമ്മൾ നോക്കണം കേട്ടോ. ഇപ്പോഴൊരു ട്രെൻഡിങ് ആയിട്ടുള്ളത് ലക്ഷണങ്ങൾ തന്നിട്ട് രോഗം ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത്, അതും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ലക്ഷണങ്ങളും മലേറിയ രോഗത്തിൻ്റെ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ കേട്ടോ. ഇടവിട്ടുള്ള പനി ഉണ്ടാവും, കുളിരും വിറയലും, തലവേദന, ഛർദി, പേശീവേദന, ശരീരവേദന, ക്ഷീണം എന്നിവയാണ് ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. അതിൽ കിടക്കുന്ന കണ്ടോ, അമീബിക് മസ്തിഷ്ക ജ്വരം ഭേദമായി കുട്ടി ആശുപത്രി വിട്ടു. ഇതിലെവിടെ കൊടുക്കണ്ടോ? നെഗ്ലേറിയ ഫൗലേറി എന്ന അമീബയാണ് ഈ മസ്തിഷ്ക രോഗത്തിന് കാരണമെന്ന് പറയുന്നത്. അമീബയാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ രോഗകാരി ഏതാണ്? നെഗ്ലേറിയ ഫൗലേറി എന്ന് പറഞ്ഞിട്ടുള്ള അമീബയാണ് ഇതിന് കാരണം. എന്താണ്? കെട്ടിക്കിടക്കുന്നതും ചൂടുള്ളതുമായ ശുദ്ധജലത്തിലാണ് ഇവ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. മലിനമായ വെള്ളം മൂക്കിലെത്തുമ്പോൾ അവിടെ നിന്ന് രോഗാണുക്കൾ തലച്ചോറിലേക്ക് കടക്കുകയും അണുബാധ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതിനാൽ കെട്ടിക്കിടക്കുന്നതും ശുദ്ധമല്ലാത്തതുമായ ജലാശയങ്ങളിൽ കുളിക്കുന്നതും മുഖം കഴുകുന്നതും ഒഴിവാക്കി ഈ രോഗം വരുന്നത് തടയാമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇത് വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു. ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ ഇത് പകരുന്നു? അമീബിക് മസ്തിഷ്ക ജ്വരം ഏതെല്ലാം ഏതെല്ലാം സിറ്റുവേഷൻസിലൂടെ പകരുന്നുണ്ട് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഈ മലിനമായ വെള്ളം മൂക്കിലെത്തുമ്പോൾ ഇത് പറഞ്ഞില്ലേ, കെട്ടിക്കിടക്കുന്നതിനും ചൂടുള്ളതുമായ ശുദ്ധജലത്തിലാണ് ഇവ പ്രധാനമായും കാണപ്പെടുന്നത്. ആ ഭാഗമൊക്കെ നോക്കണം കേട്ടോ, പഠിക്കണേ. ഒരു കാര്യം പറയാൻ മറന്നേ, നമ്മുടെ ഇപ്പോൾ ഈ 2 സ്റ്റേജിലെ എക്സാമിൽ ജോഗ്രഫി എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് +1 രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഭൂപ്രകൃതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റ് നിന്നാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഈ +1 ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ തന്നെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് രണ്ടാമത്തെ യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഭൂപ്രകൃതി വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഞാൻ അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസറെ ക്ലാസ് എടുത്ത സമയത്ത് നമ്മൾ +1 നിന്നാണ് ഭൂപ്രകൃതി പഠിച്ചിട്ടുണ്ടായിരുന്നത്. ശരി തന്നെയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഈ SCERTയിലുള്ള കാര്യങ്ങളെക്കാട്ടിലും കൂടുതൽ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കുകയായിരിക്കും ബെറ്ററായിട്ട് എന്ന് പറഞ്ഞത് SCERT വിടണം എന്നല്ല കേട്ടോ പറയണത്.
അത് നന്നായിട്ട് +1 ആ ഒരു ഭൂപ്രകൃതി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്റർ പഠിച്ചിരിക്കുക. നമ്മുടെ ഇന്ത്യൻ ജിയോഗ്രഫി മുഴുവനായിട്ട് അതിലുണ്ട്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ നാളെ മറ്റന്നാളെയായിട്ട് അത് മാത്രമായിട്ട് ആ ഒരു ചാപ്റ്റർ മാത്രമായിട്ട് ഒരു മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങളിത് ഇന്ന് കേൾക്കുന്നവരാണെങ്കിൽ ആ ചാപ്റ്റർ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് ഞാൻ ഇടാൻ പോകുന്ന മോക്ക് ടെസ്റ്റ് ഒരു 10-20 മാർക്കിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഉൾപ്പെടുത്തും. അപ്പോൾ ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ. അപ്പോൾ അത് നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണേ. +1 സെക്കൻഡ് യൂണിറ്റ്. ഇനി നോക്കൂ, വൈറസ്. അതിൽ തന്നെ അതേ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് കേട്ടോ. 10ാം ക്ലാസ്സിൽ അതേ ഉള്ളതാണ്. വൈറസ് രോഗങ്ങളെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകുകയാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ രോഗങ്ങളെ നശിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു, രോഗങ്ങൾ ഉണ്ടാക്കുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കൂടെ വായിക്കാം. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചിട്ട് ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ടാണ് പെരുകുന്നത്. അങ്ങനെ കോശങ്ങളെ നശിപ്പിച്ചിട്ട് രോഗമുണ്ടാക്കുന്നു. ഒരു വൈറസ് രോഗമാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. ഏതാണ് രോഗകാരി? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെങ്കിൽ HIV വൈറസ് ആണ് കേട്ടോ. എയ്ഡ്സിൻ്റെ രോഗകാരി ഏതാണ്? HIV വൈറസ് അല്ലെങ്കിൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. ബാധിക്കുന്നത് T ലിംഫോസൈറ്റുകളെയാണ്. എയ്ഡ്സ് ബാധിക്കുന്നത് ഏത് ലിംഫോസൈറ്റിനെയാണ്? T ലിംഫോസൈറ്റിനെയാണ്. വൈറസ് T ലിംഫോസൈറ്റുകളെ ആക്രമിക്കുകയും ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകി അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുമൂലം ശരീരത്തിന് രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവ് കുറയുകയും ക്രമേണ എയ്ഡ്സ് എന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. നമ്മളുടെ പ്രതിരോധ സംവിധാനത്തെ ആക്രമിക്കുന്ന ഒരു രോഗമാണ് എയ്ഡ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഏത് ലിംഫോസൈറ്റിനെയാണ് ആക്രമിക്കുന്നത്? T എന്ന് പറയുന്ന ലിംഫോസൈറ്റിനെയാണ് അവിടെ ബാധിക്കുന്നത്, എയ്ഡ്സ് ബാധിക്കുന്നത്. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? പ്രാരംഭ ലക്ഷണങ്ങൾ മറ്റ് വൈറസ് രോഗങ്ങളുടേതിന് സമാനമാണെങ്കിലും രോഗപ്രതിരോധ ശേഷി കുറയുമ്പോൾ ന്യൂമോണിയ, ക്ഷയം, ചിലയിനം ക്യാൻസർ തുടങ്ങിയ മാരക രോഗങ്ങൾ എന്ത് ചെയ്യും ഇതിൻ്റെ കൂടെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. എങ്ങനെയായിട്ട് പകരുന്നത്? HIV ബാധിതരുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലൂടെ, HIV വിമുക്തമല്ലാത്ത സൂചികളും സിറിഞ്ചുകളും പങ്കുവെക്കുന്നതിലൂടെ, HIV അടങ്ങിയ രക്തമോ അവയവമോ സ്വീകരിക്കുന്നതിലൂടെ HIV ബാധിതയായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് പകരുന്ന വിധം പഠിച്ചിരിക്കണേ. ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്താണ് ചികിത്സ എന്ന് പറയുന്നത്? എയ്ഡ്സ് പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ നിലവിൽ മരുന്നുകളൊന്നുമില്ല. പക്ഷേ ആൻറ്റി റിട്രോവൽ തെറാപ്പി ART വഴി വൈറസിൻ്റെ പേരുകൾ നിയന്ത്രിക്കാനും രോഗിയുടെ പ്രതിരോധ ശേഷി നിലനിർത്താനും വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ആൻറ്റി റിട്രോവൽ തെറാപ്പി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എയ്ഡ്സുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലേ, ഓർത്തിരിക്കുക. അടുത്തതാണ് നിപ്പ എന്ന് പറയുന്നത്. രോഗകാരി ഏതാണ്? നിപ്പ വൈറസ് ആണ്. നിപ്പയുടെ രോഗകാരി നിപ്പ വൈറസ് ആണ്. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? പനി, തലവേദന, പേശീവേദന, ചുമ, ഛർദി എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. രോഗം ഗുരുതരമാകുമ്പോൾ സ്ഥലകാലബോധമില്ലായ്മ, അപസ്മാരം, ബോധക്ഷയം എന്നിവയും ഉണ്ടാകും. അപ്പോൾ ഇതാണ് നിപ്പയുടെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് പകരുന്നത്? വവ്വാലാണല്ലേ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്. വവ്വാലുകളിലൂടെ അതിൻ്റെ സ്രവങ്ങളിലൂടെയൊക്കെ നിപ്പ പകരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ഈ വവ്വാൽ കടിക്കുന്ന മാമ്പഴത്തിലൂടെ എന്ത് പറ്റും? അത് കഴിക്കുന്ന മൃഗങ്ങൾക്ക് പറ്റും. അതിലൂടെ എന്ത് ചെയ്യും? മനുഷ്യർക്ക് പകരും. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വീണ്ടും നിപ്പ പകരും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പകരുന്ന വിധമായിട്ട് പറയുന്നത്. മെയിനായിട്ട് വവ്വാലിൽ നിന്നാണ്, വവ്വാലിൻ്റെ സ്രവങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന സാധനങ്ങളിൽ നിന്നാണ് ഇത് കൂടുതലായിട്ട് പെട്ടെന്ന് പകരുന്നത് കേട്ടോ. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക്, മനുഷ്യരിൽ നിന്ന് വീണ്ടും മനുഷ്യരിലേക്ക്. രോഗലക്ഷണങ്ങളും സങ്കീർണതകളും കുറയ്ക്കാനുള്ള ചികിത്സ മാത്രമേ ഉള്ളൂ. ആൻറ്റിവൈറൽ മരുന്നുകളോ വാക്സിനോ നിപ്പ വൈറസിനെതിരെ നിലവിലില്ല. അടുത്ത് നോക്കിയേ, പാരമ്പര്യ രോഗങ്ങൾ. ഏതൊക്കെയാണ് പാരമ്പര്യ രോഗങ്ങൾ? സിക്കിൾ സെൽ അനീമിയയും ഹീമോഫീലിയയുമാണ്. എന്താണ് പാരമ്പര്യ രോഗങ്ങൾ എന്ന് പറയുന്നത്? ജനിതക തകരാറുകൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് പാരമ്പര്യ രോഗങ്ങൾ എന്ന് പറയുന്നത്. ജനിതക തകരാറുകൾ കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ്? പാരമ്പര്യ രോഗങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് സിക്കിൾ സെൽ അനീമിയയുടെ കാരണം? എന്താണ്? ഹീമോഗ്ലോബിൻ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ തകരാറു മൂലമാണ് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകുന്നത്. എന്താണ്? ഹീമോഗ്ലോബിൻ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ തകരാറ് മൂലമുണ്ടാകുന്ന അസുഖം ഏതാണ്? പാരമ്പര്യ രോഗം ഏതാണ്? സിക്കിൾ സെൽ അനീമിയാണ്. എങ്ങനെയാണ് ബാധിക്കുന്നത്? ചുവന്ന രക്തകോശങ്ങൾ അരിവാൾ ആകൃതിയിലാകുന്നു. ചുവന്ന രക്തകോശങ്ങളുടെ ഓക്സിജൻ വാഹകശേഷി കുറയുന്നു. രൂപമാറ്റം വന്ന രക്തകോശങ്ങൾ ലോമികകളിൽ തങ്ങി നിന്ന് രക്തപ്രവാഹം തടയുന്നു. അപ്പോൾ ഇങ്ങനെയാണ് സിക്കിൾ സെൽ അനീമിയ നമുക്ക് ബാധിക്കുന്നത്. എങ്ങനെയാണ്? ചുവന്ന രക്തകോശാണുക്കൾ എന്ത് ചെയ്യുന്നു? അരിവാൾ രൂപത്തിലാകുന്നു. കാരണം എന്താണ്? അതിന് ഓക്സിജൻ
ലഭിക്കാതെ ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യുന്നു, അരിവാൾ രൂപത്തിലേക്ക് ആകുന്നു. അങ്ങനെ ആ അരിവാൾ രൂപത്തിൽ വന്നിട്ടുള്ള രക്തകോശങ്ങൾ എന്ത് ചെയ്യും, ലോമികകളിൽ പോയി നിന്നിട്ട് അവിടുത്തെ രക്തപ്രവാഹത്തെ തടയുന്നു. ഇതെവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെയായിരുന്നത് അരിവാൾ രൂപത്തിലേക്ക് മാറി അതിവിടെ പോയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ രക്തപ്രവാഹത്തെ തടയും. ഇതിനെയാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് അല്ലേ. കാരണം എന്താണ്, ഹീമോഗ്ലോബിൻ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ തകരാറാണ്. അടുത്ത നോക്കാം, ഹീമോഫീലിയ. രാജകീയ രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്, ഹീമോഫീലിയ ആണ് കേട്ടോ. രക്തം കട്ടപിടിക്കാനുള്ള പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ തകരാറ് മൂലമാണ് എന്തുണ്ടാകുന്നത്, ഹീമോഫീലിയ ഉണ്ടാകുന്നത്. ഹീമോഫീലിയ എന്താണ്, രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയാണ് അല്ലേ. അപ്പോൾ രക്തം കട്ടപിടിക്കാനുള്ള പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ തകരാറാണ് ഹീമോഫീലിയയ്ക്ക് കാരണം. ബാധിക്കുന്നത് എങ്ങനെയാണ്, ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടാകും. രക്തം കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനിൻ്റെ അഭാവം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹീമോഫീലിയ രോഗി എങ്ങനെയാണ്, സാധാരണ എങ്ങനെയാണ്, കുറച്ച് ബ്ലഡ് മാത്രമാണ് പോവുള്ളൂ. ഹീമോഫീലിയ ആണെങ്കിൽ എന്താണ്, ഒരുപാട് ബ്ലഡ് നമ്മുടെ കയ്യിൽ നിന്ന് ലോസായി പോകില്ല, ഒരുപാട് രക്തസ്രാവം ഉണ്ടാകും. അപ്പോൾ അതാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. രാജകീയ രോഗം എന്നറിയപ്പെടുന്നതും ഇത് തന്നെയാണ്, ഹീമോഫീലിയ ആണ്. അടുത്തതാണ് വിരരോഗം. അതേതാണ്, മന്താണ് കേട്ടോ. ഫൈലേറിയൽ വിരകൾ ലിംഫാഗികളിൽ തങ്ങി നിന്ന് ലിംഫിൻ്റെ സാധാരണ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നത് കൊണ്ടാണ് മന്ത് രോഗം ഉണ്ടാകുന്നത്. എന്താണ് അതിന് കാരണം, ഏതാണ്, ഫൈലേറിയൻ വിരയാണ്. മന്ദരോഗത്തിന് കാരണം എന്താണ്, ഫൈലേറിയൻ വിരയാണ്. അതെന്ത് ചെയ്യുന്നുണ്ട്, ലിംഫ് വാഹികളിൽ തങ്ങി നിന്നിട്ട് ലിംഫിൻ്റെ സാധാരണ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന മൂലമാണ് എന്തുണ്ടാകുന്നത്, മന്ത് ഉണ്ടാകുന്നത്. ഈ രോഗത്തിന് കാരണം എന്താണ്, ക്യൂലെക്സ് പെൺകൊതുകുകളാണ്. ക്യൂലെക്സ് പെൺകൊതുകുകളാണ് ഈ രോഗാണുക്കളെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാഹകർ ഏതാണ്, ക്യൂലെക്സ് പെൺകൊതുകുകളാണ് കേട്ടോ. മന്തിൻ്റെ രോഗകാരി ക്യൂലെക്സ് പെൺകൊതുകുകളാണ്. ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് എത്തിക്കുന്നത് വാഹകരാണ്. അതേതാണ്, ക്യൂലെക്സ് കൊതുകുകളാണ്. കൊതുക് കടിക്കുമ്പോൾ വിരകളുടെ ലാർവകൾ രക്തത്തിൽ പ്രവേശിച്ച് വളരുകയും ലിംഫ് വാഹികളിൽ എത്തി അവിടെ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു. തൽഫലമായി ലിംഫ് ദ്രവം കെട്ടിനിന്ന് കാലക്രമേണ കാലുകൾ, കൈകൾ, ജനനേന്ദ്രിയങ്ങൾ തുടങ്ങിയ ശരീരഭാഗങ്ങൾ അമിതമായി വീങ്ങി വലുതാകുന്ന അവസ്ഥയാണ് മന്ത് എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ കാരണം എന്താണ്, ഫൈലേറിയൻ വിരയാണ്. ആ വിരകളെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത് ഏതാണ്, ക്യൂലെക്സ് പെൺകൊതുകുകളാണ്. ക്യൂലെക്സ് പെൺകൊതുകുകൾ മന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അടുത്തതാണ് ക്യാൻസർ എന്ന് പറയുന്നത്. പകരാത്തൊരു രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അസാധാരണവും അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി മറ്റു ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന അവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അസാധാരണവും അനിയന്ത്രിതവുമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ബാക്കിയുള്ള ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന അവസ്ഥ എന്ത് പറയുന്നുണ്ട്, ക്യാൻസർ എന്നാണ് പറയുന്നത്. കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുന്നതോടെയാണ് സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ തകരാറ് സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, സാധാരണ കോശങ്ങൾ എന്ത് ചെയ്യും, ക്യാൻസർ കോശങ്ങളായിട്ട് മാറും. അവ എന്തായിരിക്കും, അനിയന്ത്രിതമായിട്ട് പെരുകാൻ വേണ്ടിയിട്ട് തുടങ്ങും അല്ലേ. അപ്പോൾ ക്യാൻസർ കോശങ്ങൾ രക്തത്തിലൂടെയും ലിംഫിലൂടെയും ആണ് മറ്റു ഭാഗങ്ങളിലേക്ക് പകരുന്നത്. ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കണേ. ക്യാൻസർ കോശങ്ങൾ രക്തത്തിലൂടെയും ലിംഫിലൂടെയുമാണ് മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്നത്. എന്തൊക്കെയാണ് കാരണങ്ങൾ, ജനിതക മാറ്റങ്ങൾ, പാരിസ്ഥിതിക ഘടകങ്ങൾ, വൈറസ് ബാധ, ജീവിതശൈലി, ഇത്രയും എന്താണ്, ക്യാൻസറിൻ്റെ കാരണങ്ങളാണ് കേട്ടോ. ജനിതക മാറ്റങ്ങൾ, പാരിസ്ഥിതിക ഘടകങ്ങൾ, വൈറസ് ബാധ, ജീവിതശൈലി. എന്തൊക്കെയാണ് ചികിത്സാ മാർഗങ്ങൾ, ശസ്ത്രക്രിയയുണ്ട്, കീമോതെറാപ്പി ഉണ്ട്, വികിരണ ചികിത്സ, ഇമ്മ്യൂണോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി, ഹോർമോൺ തെറാപ്പി തുടങ്ങിയവയാണ് ചികിത്സാ മാർഗങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്, ശസ്ത്രക്രിയ, കീമോതെറാപ്പി, വികിരണ ചികിത്സ, ഇമ്മ്യൂണോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി, ഹോർമോൺ തെറാപ്പി. ഇതൊക്കെ എന്താണ്, ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ചികിത്സാ മാർഗങ്ങളാണ്. അടുത്ത നോക്കിയാൽ ഇവിടെ ജീവിതശൈലി രോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, തൊഴിൽജന്യ രോഗങ്ങൾ, സിലിക്കോസിസ്. സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണം ഏതാണ്, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ്. ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണം ഏതാണ്, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ്. പോഷണ വൈകല്യങ്ങളാണ് അനീമിയ എന്ന് പറയുന്നത് കേട്ടോ.
തൊഴിൽജന്യ രോഗങ്ങൾ സിലിക്കോസിസ്, സ്വയം പ്രതിരോധ വൈകല്യം, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, പോഷണ വൈകല്യങ്ങൾ, അനീമിയ, ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹം, അമിത രക്തസമ്മർദ്ദം. നമ്മൾ ഈ ഒരു ടോപ്പിക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് LDCക്കും VFAക്കും ഒക്കെ യൂസ്ഫുൾ ആണ്. ഇനി അടുത്ത് നോക്കൂ, ബാക്ടീരിയ. ശരീരത്തിൽ പ്രവേശിച്ച് പെരുകുമ്പോൾ പുറത്തുവിടുന്ന ടോക്സിനുകൾ ആതിഥേയ കലകളെ നശിപ്പിക്കുകയും ശരീരപ്രവർത്തനങ്ങളെ തടസ്സപ്പെടുകയും ചെയ്യുന്നു. ചിലത് കോശസ്തരത്തെ തകർക്കുന്ന എൻസൈമുകൾ ഉൽപ്പാദിപ്പിച്ച് കോശസ്തരത്തെ നശിപ്പിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ബാക്ടീരിയ വർക്ക് ചെയ്യുന്നത്? ശരീരത്തിൽ പ്രവേശിച്ചിട്ട് പെരുകുമ്പോൾ പുറത്തുവിടുന്ന ടോക്സിനുകൾ, ആ ബാക്ടീരിയ ഉള്ളിൽ പ്രവേശിച്ച് പെരുകുന്ന സമയത്ത് അവർ പുറത്തുവിടുന്ന ടോക്സിനുകൾ ആതിഥേയ കലകളെ നശിപ്പിക്കുന്നു. അപ്പോൾ ബാക്ടീരിയ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ശരീരത്തിൽ പ്രവേശിച്ച് പെരുകുമ്പോൾ അവരെന്ത് ചെയ്യും? ഒരു ടോക്സിന് ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ടോക്സിനുകൾ പുറത്തുവിടും. അതെന്ത് ചെയ്യുന്നുണ്ട്? ആതിഥേയ കലകളെ നശിപ്പിക്കുന്നു. എന്നിട്ട് ശരീരപ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നു. ചിലത് എന്ത് ചെയ്യുന്നുണ്ട്? കോശസ്തരത്തെ തകർക്കുന്ന എൻസൈമുകൾ ഉൽപ്പാദിപ്പിച്ചിട്ട് കോശത്തെ തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ബാക്ടീരിയ എന്ത് ചെയ്യുന്നത്? മനുഷ്യ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കൂ, 2 ബാക്ടീരിയ രോഗങ്ങളാണ് ക്ഷയവും എലിപ്പനിയും. രണ്ടും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ക്ഷയത്തിൻ്റെ രോഗകാരി ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ക്ഷയത്തിൻ്റെ രോഗകാരി ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. പകർച്ചാരീതി എങ്ങനെയാണ്? രോഗി ചുമയ്ക്കുകയോ തുമ്മുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ വായുവിലെത്തുന്ന രോഗാണുക്കൾ അടങ്ങിയ ചെറിയ കണികകൾ ശ്വസിക്കുന്നതിലൂടെയാണ് ക്ഷയം മറ്റൊരാൾക്ക് പകരുന്നത്. ബാധിക്കുന്ന ഭാഗം ഏതാണ്? പ്രധാനമായും ശ്വാസകോശങ്ങളെയാണ് ക്ഷയം ബാധിക്കുന്നതെങ്കിലും വൃക്കകൾ, അസ്ഥികൾ, മസ്തിഷ്കം തുടങ്ങിയ ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളെയും ബാധിക്കാം? ക്ഷയം ബാധിക്കാം. ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? 2 ആഴ്ചയിൽ നീണ്ടു നിൽക്കുന്ന ചുമ, പനി, വിശപ്പില്ലായ്മ, ഭാരക്കുറവ്, ക്ഷീണം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. ചിലപ്പോൾ കഫത്തിൽ രക്തവും കണ്ടേക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങളും ബാധിക്കുന്ന ഭാഗവും പകർച്ചാരീതിയും രോഗകാരിയും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ട് പോണേ. ഏത് ഭാഗത്തു നിന്നാണ്? മിക്കവാറും ഈ ഭാഗത്തു നിന്ന് തന്നെ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ വീണ്ടും വരാൻ ചാൻസ് ഉള്ളത് കേട്ടോ. അപ്പോൾ ക്ഷയത്തിൻ്റെ രോഗകാരി ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. എലിപ്പനി ഏതാണ്? ലെപ്റ്റോസ്പൈറ. എലിപ്പനിയുടെ രോഗകാരി ഏതാണ്? ലെപ്റ്റോസ്പൈറ. എങ്ങനെയാണ് പകരുന്നത്? എലിമൂത്രം കലർന്ന ജലത്തിൽ നിന്നും മുറിവുകളിലൂടെയോ കണ്ണ്, മൂക്ക് എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തിലൂടെയാണ് ഇത് പകരുന്നത്. ബാധിക്കുന്ന ഭാഗം ഏതൊക്കെയാണ്? വൃക്കകൾ, കരൾ, ശ്വാസകോശങ്ങൾ. എലിപ്പനി ബാധിക്കുന്ന ഭാഗം ഏതൊക്കെയാണ്? വൃക്ക, കരൾ, ശ്വാസകോശങ്ങൾ. എന്താണ് ലക്ഷണങ്ങൾ? പെട്ടെന്നുണ്ടാകുന്ന പനി, തലവേദന, പേശീവേദന, കണ്ണിന് ചുവപ്പ് നിറം, ഛർദി എന്നിവയാണ് എലിപ്പനിയുടെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. എന്തൊക്കെയാണ് പ്രതിരോധ ചികിത്സ എന്ന് പറയുന്നത്? ക്ഷയത്തിൻ്റെ പ്രതിരോധ ചികിത്സ പറഞ്ഞിട്ടില്ല അല്ലേ? എന്തൊക്കെയാണ്? BCG വാക്സിനേഷൻ അല്ലേ? നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നൽകുന്നതാണ് BCG വാക്സിനേഷൻ. ഒന്നിലധികം ആൻറ്റിബയോട്ടിക്കുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ദീർഘകാല ചികിത്സാ രീതി, അതേതാണ്? ഡോട്ട്സ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് അല്ലേ? ഒന്നിലധികം ആൻറ്റിബയോട്ടിക്കുകൾ ഒരുമിച്ച് കൊടുക്കുന്നത് തന്നെ അതിനെന്ത് പറയുന്നുണ്ട്? മൾട്ടിപ്പിൾ ഡ്രഗ് തെറാപ്പി എന്നുകൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ BCG എന്തിനു വേണ്ടിയിട്ടാണ്? ക്ഷയത്തിനെതിരെയാണെന്ന് ഓർത്തിരിക്കട്ടെ. BCG വാക്സിൻ എന്തിനാണ്? ക്ഷയത്തിനെതിരെയാണ്. എലിപ്പനിയുടെ പ്രതിരോധം എങ്ങനെയാണ്? പ്രതിരോധ മരുന്നുകൾ ഉപയോഗിക്കുക, ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുള്ള ചികിത്സ എന്നിവയാണ് എലിപ്പനിക്കെതിരെ ചികിത്സയായിട്ട് പറയുന്നത് കേട്ടോ. മനുഷ്യർക്ക് മാത്രമല്ല ജന്തുക്കൾക്കും വിവിധ രോഗങ്ങൾ ഉണ്ടാകുന്നതായി നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ അത്തരത്തിൽ ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജന്തുരോഗങ്ങൾ രോഗകാരി ബാധിക്കുന്നത് പ്രതിരോധം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതും കൂടെ നോക്കാം. എവിടുന്നാണ് വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഇതിൽ ഒരു കൃത്രിമ പരാഗണമൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കടന്നു വന്നിട്ടുണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. നമ്മുടെ മെയിൻസിനൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. എന്തിനുള്ളത്? നമ്മുടെ LGSൻ്റെ പ്രിലിംസിന് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ? എന്താണോ ഇങ്ങനെ വന്നത് എന്നറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ VFAക്കും LDCക്കും പഠിക്കുകയാണെങ്കിൽ നമ്മളത് +2 ലെവലിലേക്ക് പഠിക്കേണ്ട ഒരു സ്ഥിതിയാണ് കേട്ടോ. അങ്ങനെ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ കൂടെ പറയാൻ മറന്നു, നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഉണ്ടല്ലോ, അപ്പോൾ ആ ദിവസത്തിൽ ഒരു ദിവസം മാക്സിമം ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്കത് ഒരുപാട് യൂസ്ഫുൾ ആവുമേ. പോയിന്റുകൾ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ശരിയാണോ തെറ്റാണോ എന്ന് അറിഞ്ഞാൽ കൂടെ നമുക്ക് എന്താണ് അത് ഉപകാരമാണ്. അപ്പോൾ അതിലേറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നമുക്ക് PYQ ചെയ്യുന്നതിലൂടെയാണ് കേട്ടോ. അതിപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുമ്പോൾ എനിക്കത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. കുളമ്പ് രോഗത്തിൻ്റെ രോഗകാരി ഏതാണ്? വൈറസ് ആണ്. കുളമ്പ് രോഗത്തിൻ്റെയും കോഴി വസന്തയുടെയും രോഗകാരി ഏതാണ്? വൈറസ് രോഗങ്ങളാണ് അല്ലേ? കുളമ്പ് രോഗവും കോഴി വസന്തയും എന്താണ്? വൈറസ് രോഗങ്ങളാണ്.
കുളമ്പ് രോഗം ബാധിക്കുന്നത് കന്നുകാലികളിലാണ് അല്ലേ, പശു, എരുമ തുടങ്ങിയവ. പ്രതിരോധം എന്താണ്? വാക്സിൻ. എല്ലാത്തിൻ്റെയും പ്രതിരോധം വാക്സിനാണ് കേട്ടോ, അവർക്ക് ഫുള്ള് വാക്സിനേ ഉള്ളൂ. കോഴി വസന്ത എന്താണ് ബാധിക്കുന്നത്? കോഴി, താറാവ് മുതലായിട്ടുള്ള ജീവിവർഗത്തെയാണ് അല്ലേ. അപ്പോൾ കോഴി വസന്തയും കുളമ്പ് രോഗവുമാണ് വൈറസ് രോഗങ്ങൾ. കുളമ്പ് രോഗം ബാധിക്കുന്നത് കന്നുകാലികളിലാണ്. കോഴി വസന്ത കോഴി, താറാവ് മുതലായിട്ടുള്ള ജീവിവർഗത്തിലാണ്. അടുത്തത് ബാക്ടീരിയ രോഗം ഏതൊക്കെയാണ്? ആന്ത്രാക്സ്, അകിട് വീക്കം. ആന്ത്രാക്സും അകിട് വീക്കവുമാണ് ജന്തുക്കളിലുള്ള ബാക്ടീരിയ രോഗമായിട്ട് പറയുന്നത്. രണ്ടും എന്തിനാണ് ബാധിക്കുന്നത്? കന്നുകാലി വർഗത്തെയാണ് ആന്ത്രാക്സും അകിട് വീക്കവും ബാധിക്കുന്നത്. പ്രതിരോധം എന്താണ്? വാക്സിനാണ്. ഇതും കൂടെ ഒന്ന് പഠിച്ചിട്ട് പോവാട്ടോ. അടുത്ത് നോക്കിയേ, സസ്യങ്ങൾക്കും രോഗം ബാധിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. ഒന്ന്, വഴുതനയുടെ വാട്ടരോഗം. അതേതാണ് രോഗകാരി? ബാക്ടീരിയയാണ്. വഴുതനയുടെ വാട്ടം ഏതാണ്? ബാക്ടീരിയയാണ് രോഗകാരി. എന്താണ് ലക്ഷണങ്ങൾ? ഇളം ഇലകൾ പെട്ടെന്ന് വാടിപ്പോകുന്നു, ക്രമേണ ഇലകൾ മഞ്ഞ നിറമാകുന്നു, വളർച്ച മുരടിക്കുകയും ശാഖകൾ കുറയുകയും ചെയ്യുന്നു. ഇതാണ് വഴുതനയുടെ വാട്ടരോഗത്തിലെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. രോഗകാരി ഏതാണ്? ബാക്ടീരിയ. വഴുതനയുടെ വാട്ടരോഗം ബാക്ടീരിയ. അതുപോലെ തന്നെ നെല്ലിലെ ബ്ലൈറ്റ് രോഗം. നെല്ലിൻ്റെ ബ്ലൈറ്റ് രോഗം അതേതാണ്? അതും ബാക്ടീരിയ രോഗമാണ്. നെല്ലിൻ്റെ ബ്ലൈറ്റ് രോഗം എന്താണ്? ബാക്ടീരിയ രോഗമാണ്. ബാട്ടോ, ബ്ലൈറ്റ് ബാ. ഇലകളിൽ വട്ടത്തിലുള്ള മഞ്ഞ പുള്ളിക്കുത്തുകൾ, നെന്മണികളിൽ പുള്ളിക്കുത്തുകൾ. ഇതാണ് അതിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത് കേട്ടോ. അടുത്തതാണ് വാഴയുടെ കുറുനാമ്പ് രോഗം. ഏതാണ്? വൈറസ് രോഗമാണ്. വാഴയിലെ എന്താണ് കുറുനാമ്പ് രോഗം ഏതാണ്? ഒരു വൈറസ് രോഗമാണ്. ഇലകൾ നീളവും വീതിയും കുറഞ്ഞ് കുറുകി കുത്തനെ ഉയർന്നു നിൽക്കുന്നു, വളർച്ച മുരടിക്കുന്നു. ഇതാണ് കുറുനാമ്പ് രോഗത്തിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത്. അടുത്തതാണ് മരച്ചീനിയിലെ മൊസൈക്ക് രോഗം. അതും എന്താണ്? ഒരു വൈറസ് രോഗമാണ്. മരച്ചീനിയിലെ മൊസൈക്ക് രോഗം എന്താണ്? വൈറസ് രോഗമാണ്. പ്രാരംഭഘട്ടത്തിൽ ഇലകളിൽ മഞ്ഞ നിറമുള്ള പാടുകൾ ഉണ്ടാകുന്നു. ഇവ ക്രമേണ വെള്ള നിറമാകുന്നു. ചെടിയുടെ വളർച്ച മുരടിക്കുകയും കിഴങ്ങിൻ്റെ വലുപ്പം കുറയുകയും ചെയ്യുന്നു. ഇതാണ് മൊസൈക്ക് രോഗത്തിൻ്റെ ലക്ഷണം. അടുത്തതാണ് തെങ്ങിൻ്റെ കൂമ്പ് ചീയൽ, കുരുമുളകിൻ്റെ ദ്രുതവാട്ടം. ഇത് രണ്ടും എന്താണ്? ഫംഗസ് രോഗങ്ങളാണ് കേട്ടോ. തെങ്ങിൻ്റെ കൂമ്പ് ചീയൽ ഫംഗസ് രോഗമാണ്. ഇളം ഇലകൾ മഞ്ഞ നിറമാകുന്നു, കൂമ്പ് വാടി താഴേക്ക് വീഴുന്നു. അതാണ് കൂമ്പ് ചീയൽ എന്ന രോഗത്തിൻ്റെ ലക്ഷണം. അടുത്തതാണ് കുരുമുളകിൻ്റെ ദ്രുതവാട്ടം. ഇലകളിലും തണ്ടുകളിലും നനഞ്ഞ പാടുകൾ, ഇലകൾ കൊഴിയുകയും ചെടി പെട്ടെന്ന് വാടുകയും ചെയ്യുന്നു. ഇതാണ് ദ്രുതവാട്ടത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് ഏതെല്ലാം രോഗകാരി പഠിക്കണം കേട്ടോ. രോഗവും രോഗകാരിയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണേ. ഏതൊക്കെയാണ് ബാക്ടീരിയ രോഗങ്ങൾ? വഴുതനയുടെ വാട്ടരോഗം, നെല്ലിൻ്റെ ബ്ലൈറ്റ് രോഗം. വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണ്? വാഴയുടെ കുറുനാമ്പ് രോഗം, മരച്ചീനിയിലെ മൊസൈക്ക് രോഗം. ഫംഗസ് രോഗങ്ങളോ? തെങ്ങിൻ്റെ കൂമ്പ് ചീയൽ, കുരുമുളകിൻ്റെ ദ്രുതവാട്ടം. ഇതെല്ലാം എന്താണ്? ഫംഗസ് രോഗങ്ങളാണ്. ഓക്കെ അല്ലേ? നമ്മൾ ആ ഭാഗത്തു നിന്നുള്ള ബാക്ടീരിയ, വൈറസ്, പിന്നെ നമ്മുടെ സസ്യരോഗങ്ങൾ, ജന്തുരോഗങ്ങൾ ഇത് ഇത്രയും നോക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ആ ഒരു ഭാഗത്തുനിന്ന് തന്നെ ആയിരിക്കും കേട്ടോ. അടുത്തതാണ് റിപ്പീറ്റ് ചെയ്തതാണ് നമ്മുടെ ജീവകങ്ങൾ. 2 ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. ജീവകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ജീവകങ്ങളുടെ അഭാവത്താൽ മനുഷ്യരിൽ ഉണ്ടാകുന്ന അപരാപ്യത രോഗങ്ങളുടെ ലക്ഷണങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ഈ ലക്ഷണങ്ങൾ ഏത് പോഷകങ്ങളുടെ കുറവിനോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കുട്ടികളിൽ എല്ലുകൾ വളയുക, മൃദുവാകുക, എളുപ്പത്തിൽ പൊട്ടലുകൾ ഉണ്ടാവുക, പകൽ വെളിച്ചത്തിൽ സാധാരണ കാഴ്ച, മങ്ങിയ വെളിച്ചത്തിൽ അന്ധത. ഏതാണ്? ആദ്യത്തെ നമുക്കറിയാം ഡി ആണ് അല്ലേ. ഡി ആണ്. ഡിയുടെ കുറവ് മൂലമാണ് നമുക്ക് എന്താണ്? എല്ലുകൾ വളയുക, മൃദുമാകുക, എളുപ്പത്തിൽ പൊട്ടുകയൊക്കെ എന്താണ്? ഡിയുടെ അഭാവം മൂലമാണ്. അടുത്ത നോക്കൂ, പകൽ വെളിച്ചത്തിൽ സാധാരണ കാഴ്ച, മങ്ങിയ വെളിച്ചത്തിൽ അന്ധത. ഇതെന്താണ്? വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ്. അത് ഏതാണ്? നിശാന്തത. ഏതാണ്? നിശാന്തതയാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ജീവകം ഡിയും ജീവകം എയും ആണ്. ഒന്ന് ഏതാണ്? ജീവകം ഡി ആണ്. 2 ജീവകം എ ആണ്. ഓക്കെ അല്ലേ? ഇനി നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ വന്നതാണ്. താഴെ പറയുന്നവയിൽ ഏത് കൂട്ടത്തിലാണ് വെള്ളത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് തവണ റിപ്പീറ്റ് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഏതൊക്കെയാണ്? ബിയും സിയുമാണ് വെള്ളത്തിൽ ലയിക്കുന്നത്. ബിയും സിയുമാണ് വെള്ളത്തിൽ ലയിക്കുന്നത്. കൊഴുപ്പിൽ ലയിക്കുന്നത് ഏതാണ്? നമ്മളൊരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടക്ക് എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. അടക്ക്, ADEK എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. ബാക്കി 2 ബിയും സിയും ജലത്തിൽ ലയിക്കുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ എവിടെ? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു വന്ന ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യ ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്?
വിറ്റാമിൻ ഡി ആണ്. കാൽസ്യത്തിന് കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. ഇതെല്ലാം നമ്മൾ കവർ ചെയ്ത് പോയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതൊന്നും ബയോളജി ഒന്നും അത്ര ബുദ്ധിമുട്ടായിട്ട് ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും ഒന്നും അത്ര ബുദ്ധിമുട്ടായിട്ട് ഈ പ്രിലിംസിൽ തോന്നിയിട്ടില്ല കേട്ടോ. നമുക്ക് അതിൻ്റെ കുറച്ച് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ നോക്കാം. കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാന ജീവകം ഏതാണ്? എ ആണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാന ജീവകം ഏതാണ്? എ ആണ്. അതെവിടെയാണ് സംഭരിക്കുന്നത്? കരളിലാണ് സംഭരിക്കുന്നത്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? ബീറ്റാ കരോട്ടിനാണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? ബീറ്റാ കരോട്ടിൻ. പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വൈറ്റമിൻ ഏതാണ്? ജീവകം എ ആണ്. സ്ഥിരമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്, റിപ്പീറ്റ് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വൈറ്റമിൻ ഏതാണ്? ജീവകം എ ആണ്. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ജീവകമാണ് ഡി എന്ന് പറയുന്നത് അല്ലേ. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകമാണ് ഏത് എന്ന് പറയുന്നത്? ഡി എന്ന് പറയുന്നത്. കൂടാതെ സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? സൺഷൈൻ വൈറ്റമിൻ ഏതാണ്? ഡി ആണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് അല്ലേ എന്താണ് ജീവകം ഡി എന്ന് പറയുന്നത്. അടുത്ത് നോക്കൂ, ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം ഏതാണ്? ഇ ആണ്. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം ഏതാണ്? ഇ ആണ്. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ജീവകം ഏതാണ്? ഇ ആണ്. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ജീവകമാണ് ഇ എന്ന് പറയുന്നത്. കെ എന്തിനാണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? കെ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് ഏതാണ്? കെ ആണ്. ജീവകം കെയിൽ അടങ്ങിയിരിക്കുന്ന രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ രാസവസ്തു ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? പ്രോത്രോംബിനാണ്. ജീവകം കെയിൽ അടങ്ങിയിരിക്കുന്ന രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ രാസവസ്തു ഏതാണ്? പ്രോത്രോംബിനാണ്. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകം ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ B2 ആണ് കേട്ടോ. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകം ഏതാണ്? റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ B2. ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ്? ജീവകം B7, ജീവകം B5, ജീവകം K. ഏതൊക്കെയാണ്? ജീവകം B7, B5, ജീവകം K. B7 ഏതാണ്? ബയോട്ടിൻ ആണ് അല്ലേ. ജീവകം 5 പാൻറ്റോത്തിനിക് ആസിഡ് ആണ്. ജീവകം K അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ്? B5, B7, B5, ജീവകം K മുതലായവയാണ് ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കുന്ന ജീവകങ്ങൾ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം ഏതാണ്? ജീവകം C ആണ്. വന്നിട്ടുണ്ട്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം ഏതാണ്? ജീവകം C ആണ്. ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? C ആണ്. അവിടെ കാൽസ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഏതാണ്? ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നത് ഏതാണ്? C ആണ്. ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? C ആണ്. ജീവകം സിയുടെ അഭാവം എന്ത് ചെയ്യുന്നുണ്ട്? മോണയിലെ രക്തസ്രാവത്തിന് കാരണമാകുന്നുണ്ട്. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ശാസ്ത്രീയ നാമം കൂടെ പഠിച്ചിട്ട് പോവാം. A1 എന്താണ്? റെറ്റിനോൾ. A1 എന്താണ്? റെറ്റിനോൾ. B1 തയാമിൻ ആണ്. B1 തയാമിൻ. B2 ഏതാണ്? റൈബോഫ്ലാവിൻ. B2 ഏതാണ്? റൈബോഫ്ലാവിൻ. B3 ആണെങ്കിൽ നിയാസിൻ. B3 ഏതാണ്? നിയാസിൻ ആണ്. B5 പാൻറ്റോത്തിനിക് ആസിഡ് ആണ്. B5 ഏതാണ്? പാൻറ്റോത്തിനിക് ആസിഡ്. B6 ആണെങ്കിൽ പിരിഡോക്സിൻ. B6 ഏതാണ്? പിരിഡോക്സിൻ. B7 ബയോട്ടിൻ ആണ്. B7 ബയോട്ടിൻ. B9 ഏതാണ്? ഫോളിക് ആസിഡ്. B9 ഫോളിക് ആസിഡ്. B12 സയനോകൊബാലമീൻ. B12ൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? സയനോകൊബാലമീൻ. ഇത് മൂന്നും പഠിക്കണേ. ജീവകം C അസ്കോർബിക് ആസിഡ് ആണ്. ജീവകം C ഏതാണ്? അസ്കോർബിക് ആസിഡ് എന്നതാണ് ജീവകം Cയുടെ ശാസ്ത്രീയ നാമം. D ഏതാണ്? കാൽസിഫെറോൾ. ജീവകം Dയുടെ ശാസ്ത്രീയ നാമം എന്താണ്? കാൽസിഫെറോൾ. കാൽസ്യം. ജീവകം D കാൽസിഫെറോൾ. ജീവകം E ടോക്കോഫിറോൾ. ജീവകം Eയുടെ എന്താണ്? ടോക്കോഫിറോൾ. ജീവകം K ആണെങ്കിൽ ഫില്ലോക്വിനോൺ. K എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ജീവകം K ഫില്ലോക്വിനോൺ. അപ്പോൾ ഇത് ഇത്രയും നോക്കിയിട്ട് പോവാം കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ അപരാപ്യത രോഗം കൂടെ നോക്കാം. ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ അപരാപ്യത രോഗമായിരിക്കും കടന്നു വരാൻ പോകുന്നത്. അപ്പോൾ എയുടെ അഭാവം മൂലമുണ്ടാകുന്നത് ഏതൊക്കെയാണ്? നിശാന്തത, സിറോഫ്താൽമിയ. സിറോഫ്താൽമിയ എന്താണ്? എയുടെ അഭാവം മൂലം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കണ്ണ് വരണ്ട് അതാര്യമായി തീരുന്ന അവസ്ഥയാണ്. ഈർപ്പമില്ലാതെ അതാര്യമായി തീരുന്ന അവസ്ഥ എന്താണ്? സിറോഫ്താൽമിയ എന്നാണ് പറയുന്നത്. നമ്മൾ കണ്ണ് രോഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എയുടെ അഭാവം മൂലം എന്തൊക്കെയാണ്? നിശാന്തത, സിറോഫ്താൽമിയ.
B1ന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ബെറിബെറി. B1 ബെറിബെറി. B3യുടെ അഭാവം മൂലമുണ്ടാകുന്നതാണ് പെല്ലഗ്ര എന്ന് പറയുന്നത് അല്ലേ, പെല്ലഗ്ര. 3D സിൻഡ്രോം എന്നറിയപ്പെടുന്നത് ഏതാണ്? പെല്ലഗ്ര. പെല്ലഗ്ര ബാധിക്കുന്ന ഭാഗം ഏതാണ്? മോണയാണ്, മോണ. അതുപോലെ തന്നെ ജിഞ്ചിവൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം ബാധിക്കുന്നത് ഏത് തന്നെയാണ്? മോണയാണ്. അപ്പോൾ B9 ഏതാണ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. B9ന്റെ കുറവ് മൂലം ഏതാണ് ഉണ്ടാകുന്നത്? മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ്. B12 ആണെങ്കിൽ പെർനീഷ്യസ് അനീമിയാണ് ഉണ്ടാകുക കേട്ടോ. B12 ആണെങ്കിൽ ഏതാണ്? പെർനീഷ്യസ് അനീമിയാണ് ഉണ്ടാവുക അതിൻ്റെ കുറവ് മൂലം. ജീവകം C ആണെങ്കിൽ സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് ഏതാണ്? നാവികരുടെ പ്ലേഗ് സ്കർവിയാണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് ഏതാണ്? സ്കർവിയാണ്. ജീവകം Dയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് ഏതാണ്? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. റിക്കറ്റ്സ് എന്നും കാണാം, കാണാമെന്നും കാണാം, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ജീവകം Dയുടെ അപര്യാപ്തത രോഗമായിട്ട് പറയുന്നത് ഏതാണ്? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ആണ്. ജീവകം E ആണെങ്കിൽ എന്താണ്? വന്ധ്യത. വന്ധ്യത. ജീവകം Eയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നത് എന്താണ്? വന്ധ്യതയാണ്. ജീവകം Kയുടെ അപര്യാപ്തത മൂലം എന്തുണ്ടാകും? രക്തസ്രാവമാണ് ഉണ്ടാവുക. ജീവകം Kയുടെ കുറവ് മൂലം രക്തസ്രാവമാണ് ഉണ്ടാവുക. ഒരു കാര്യം കൂടെ നോക്കിയിരിക്കുക. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ ധാതു ഏതാണ്? കാൽസ്യമാണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ധാതുവാണ് പറയുന്നത് അതേതാണ്? കാൽസ്യമാണ്. നമുക്ക് SCERTയിൽ കിടക്കുന്നുണ്ട്, അതും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. വിറ്റാമിൻ A എന്തൊക്കെയാണ് പ്രാധാന്യം? കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന്. വിറ്റാമിൻ A എന്തിനാണ്? കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിനാണ്. വിറ്റാമിൻ B എന്തിനൊക്കെയാണ്? തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് എന്ത് വേണം? വിറ്റാമിൻ B വേണം. പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏതാണ്? വിറ്റാമിൻ C ആണ് ആവശ്യമായിട്ടുള്ളത്. പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏതാവശ്യമുണ്ട്? വിറ്റാമിൻ C ആണ് ആവശ്യമായിട്ടുള്ളത്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും നമുക്ക് എന്ത് വേണം? വിറ്റാമിൻ D വേണം. എല്ല്, പല്ല് ഏതാണ്? വിറ്റാമിൻ D ആണ്. നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ജീവകമാണ് വിറ്റാമിൻ E എന്ന് പറയുന്നത്. നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ജീവകം ഏതാണ്? വിറ്റാമിൻ E ആണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ നമുക്ക് എന്ത് വേണം? വിറ്റാമിൻ Kയും വേണം. ഇനി നോക്കൂ, വിറ്റാമിൻ Dയും B കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ D എന്ന് പറയുന്നത്. ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും ഇത് ലഭിക്കുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു വിറ്റാമിനാണ് ഈ വിറ്റാമിൻ D എന്ന് പറയുന്നത്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് എന്ത് എന്ന് പറയുന്നത്? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ അതായിരുന്നില്ലേ? വിറ്റാമിൻ ഡി ലഭിക്കുന്നതിനായി എന്താണ്? സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. 8 തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണിത്. എത്രയാണ്? 8 തരമാണ് കേട്ടോ ഓർത്തിരിക്കണേ. 8 തരം ചോദിച്ചിട്ടുണ്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് 8, 7 അങ്ങനെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 8 തരം വിറ്റാമിനുകളുടെ ബി വിറ്റാമിനുകളുടെ കൂട്ടമാണ് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ആരോഗ്യം നിലനിർത്തുന്നതിൽ വിറ്റാമിൻ ബി കോംപ്ലക്സ് നിർണായക പങ്കാണ് വഹിക്കുന്നത്. കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം എന്താണ്? ബി കോംപ്ലക്സ് ആവശ്യമാണ്. ഇത് ഒന്നും കൂടെ നിങ്ങളുടെ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വെക്കുക കേട്ടോ. ഇനി ധാതുക്കളും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. അയൺ നമുക്ക് ഏതൊക്കെ ആഹാരത്തിൽ നിന്നാണ് ലഭിക്കുന്നത്? ഇതൊക്കെ ക്വസ്റ്റ്യൻ വന്നതാണ് കേട്ടോ. ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഒരു ധാതു ചോദിച്ചിട്ട് അത് ഏതെല്ലാം ആഹാര ഉൽപ്പന്നങ്ങളിൽ നിന്ന് ലഭിക്കുന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അയൺ ഏതെന്നൊക്കെയാണ്? ഇലക്കറി, ശർക്കര, മത്സ്യം, കരൾ എന്നിവയിലാണ് അയൺ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് അയൺ ലഭിക്കണമെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഏതൊക്കെയാണ്? ഇലക്കറികൾ ഉൾപ്പെടുത്തണം, ശർക്കര, മത്സ്യം, കരൾ. എന്താണ് പ്രാധാന്യം? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ആര്? അയണ്. അയൺ വേണം. നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ധാതു ഏതാണ്? അയൺ അല്ലെങ്കിൽ ഇരുമ്പാണ്. അടുത്തതാണ് കാൽസ്യം. ഏതെല്ലാം ആഹാര സാധനങ്ങളിൽ നിന്നാണ്? മുട്ട, പാല്, ഇലക്കറികൾ, മത്സ്യം എന്നിവയിൽ എന്താണ്? കാൽസ്യം അടങ്ങിയിട്ടുണ്ട്.
എന്താണ് കാൽസ്യത്തിൻ്റെ പ്രാധാന്യം? എല്ലിൻ്റെയും പല്ലിൻ്റെയും നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കുന്നതിനും സഹായിക്കുന്നതിനും എന്താണ് കാൽസ്യം ആവശ്യമാണ്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ധാതു ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? കാൽസ്യമാണ്. അയഡിൻ, കടൽ വിഭവങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അയഡിൻ അടങ്ങിയിരിക്കുന്നത്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനാണ് എന്ത് സഹായിക്കുന്നത്? അയഡിൻ സഹായിക്കുന്നത്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ധാതു ഏതാണ്? അയഡിനാണ്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഏതുണ്ടാകുന്നു? നിശാന്തത. ബി, വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം നമ്മൾ പുതിയതായിട്ട് രോഗം പഠിക്കുകയാണ്, ഗ്ലോസിറ്റിസ്. ഗ്ലോസിറ്റിസ് എന്താണ്? നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയുമാണ് ഗ്ലോസിറ്റിസ് എന്ന് പറയുന്നത് കേട്ടോ. വിറ്റാമിൻ ബി നമ്മളിത് മുന്നേ ക്ലാസ് എടുത്തിട്ടുണ്ട്, അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് പുതിയതായിട്ട് കിട്ടുന്ന ഒരു രോഗമാണ്. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന പുതിയതായിട്ട് കിട്ടുന്ന രോഗമാണ് ഗ്ലോസിറ്റിസ്. ഗ്ലോസിറ്റിസ് ഗ്ലോസിറ്റിസ് പറയണേ. കൂടാതെ വായ്പുണ്ണും, വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമായിട്ട് വായ്പുണ്ണും ഗ്ലോസിറ്റിസും. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം എന്താണ്? സ്കർവിയിലെ മോണയിൽ നിന്നുള്ള രക്തസ്രാവം. വിറ്റാമിൻ ഡിയുടെ അഭാവം എന്താണ്? കണ. നിശാന്തതയെക്കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത എന്ന് പറയുന്നത്. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കുന്നതല്ല. നമുക്ക് ധാതുക്കളുടെ കുറച്ച് അപര്യാപ്തത രോഗങ്ങളോട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അയഡിൻ്റെ കുറവ് മൂലം എന്തുണ്ടാകുന്നു? അനീമിയ അല്ലെങ്കിൽ വിളർച്ചയാണ് ഉണ്ടാവുക. അയഡിൻ്റെ കുറവാണെങ്കിൽ ഗോയിറ്റർ ഉണ്ടാകൂല. അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു അപര്യാപ്തത രോഗം ഏതാണ്? ഗോയിറ്റർ ആണ്. കാൽസ്യത്തിൻ്റെ കുറവ് മൂലം ഓസ്റ്റിയോപൊറോസിസ് നമ്മുടെ എല്ലുകളുടെ ബലം കുറയുന്ന, എല്ലുകളുടെ കനം കുറയുന്ന ഒരവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് കേട്ടോ. എല്ലുകൾ ക്ഷയിക്കുന്ന അവസ്ഥ. അപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവ് മൂലമാണ് എന്ത് ഉണ്ടാവുന്നത്? ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാവുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. 2 ക്വസ്റ്റ്യൻ പേപ്പറിലും എന്താണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിൻ്റെ സങ്കരീനമാണ്? ഏതാണ്? പയറാണ് കേട്ടോ. പയറാണ്. ഞാനിപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം നമ്മൾ എടുത്തു പോയിട്ടുള്ള ഭാഗങ്ങളാണ്. താഴെ പറയുന്നവയിൽ ആദ്യ, പുണ്യ എന്നീ കാർഷിക വിളകള ഇനങ്ങളെക്കുറിച്ചുള്ള ശരിയായ വിശകലനങ്ങൾ ഏവ? ഇവ രണ്ടും നെല്ലിനങ്ങളാണ്. കേരള കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെട്ടതാണ്. പരമ്പരാഗത ഇഞ്ചി ഇനങ്ങളാണ്. അത്യുൽപാദന ശേഷിയുള്ള മഞ്ഞൾ ഇനങ്ങളാണ്. 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന കേട്ടോ. 1 ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ടുള്ളത്. 2ഉം എന്താണ്? ആദ്യ, പുണ്യ എന്ന് പറയുന്നത് എന്താണ്? നെല്ലിനങ്ങളാണ്. ആലപ്പുഴയിലെ മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തിട്ടുള്ള പുതിയ നെല്ലിനങ്ങളാണ് ആദ്യ, പുണ്യ എന്നിവ. അപ്പം നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് നോക്കാവേ. നമ്മുടെ തെങ്ങിൻ്റെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ചന്ദ്രലക്ഷ ഏതൊക്കെയാണ്? ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും കൂടെ ക്രോസ് ചെയ്തിട്ടാണ് ചന്ദ്രലക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള സങ്കര ഇനം തെങ്ങ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. ക്രോസ് ചെയ്തതും ചോദിക്കാറുണ്ട്. ചന്ദ്രശങ്കര ഏതൊക്കെയാണ്? ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും ക്രോസ് ചെയ്തിട്ടാണ് ചന്ദ്രശങ്കര ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. ഇനി ലക്ഷഗംഗ ഏതൊക്കെയാണ്? ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാബോന്ധവും കൂടെ ക്രോസ് ചെയ്തിട്ടാണ് ലക്ഷഗംഗ എന്ന് പറഞ്ഞിട്ടുള്ള സങ്കരയിനം തെങ്ങ് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. അപ്പം ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ എന്തിൻ്റെ സങ്കരയിനങ്ങളാണ്? തെങ്ങിൻ്റെ സങ്കരയിനങ്ങളാണ്. അടുത്തത് നോക്കൂ, നെല്ലിൻ്റെ ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. ഇപ്പം നമ്മൾ പഠിച്ചു ആദ്യ, പുണ്യ. ഇത് രണ്ടും കൂടെ കൂട്ടത്തിൽ പഠിച്ചോളാം. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, ആദ്യ, പുണ്യ ഇതെല്ലാം എന്താണ്? നെല്ലിനങ്ങളാണ്. പയറിൻ്റെയോ? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക എന്തിൻ്റെയാണ്? പയറിൻ്റെ സങ്കരയിനങ്ങളാണ്. പച്ചമുളകിൻ്റെ ആണെങ്കിലോ? ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. പച്ചമുളകിൻ്റെ ഏതാണ്? ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ തുടങ്ങിയവ പച്ചമുളകിൻ്റെ സങ്കരയിനങ്ങളാണ്. വെണ്ടയുടെ ഏതൊക്കെയാണ്? വെണ്ടയുടെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് സൽകീർത്തിയും അർക്കയും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. കിരണും ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ്? കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി എന്തിൻ്റെയാണ്? വെണ്ടയുടെ സങ്കരയിനങ്ങളാണ്. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി മുതലായവ വെണ്ടയുടെ സങ്കരയിനങ്ങളാണ്. വഴുതനങ്ങയുടെയോ? സൂര്യ, ശ്വേത, ഹരിത, നീലിമ. ഏതൊക്കെയാണ്? സൂര്യ, ശ്വേത, ഹരിത, നീലിമ തുടങ്ങിയവ വഴുതനയുടെ സങ്കരയിനങ്ങളാണ്. തക്കാളിയുടെയോ? തക്കാളിയുടെ സ്ഥിരമായിട്ട് വരുന്നതാണ് മുക്തി, അനക, അക്ഷയ. ഏതൊക്കെയാണ്? മുക്തി, അനക, അക്ഷയയാണ് തക്കാളിയുടെ സങ്കര ഇനമായിട്ട് പറയുന്നത്. നിർബന്ധമായിട്ടും ഇത്രയും സങ്കര ഇനങ്ങൾ പഠിച്ചിട്ട് നിർബന്ധമായിട്ടും പോണേ.
ഇനി നമുക്ക് നമ്മുടെ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളെയും കൂടെ ഒന്ന് നോക്കാവേ. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? മണ്ണുത്തി, തൃശ്ശൂരാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? മണ്ണുത്തി, തൃശ്ശൂർ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരത്തുള്ള ശ്രീകാര്യമാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കോഴിക്കോടാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ്? കോട്ടയത്താണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെ സ്ഥിതി ചെയ്യുന്നു? കോട്ടയത്താണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഏതാണ്? കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ഏതാണ്? കാസർഗോഡാണ്. ഈ കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് മാങ്കൊമ്പും പാലോടുമാണ് കേട്ടോ. അതിവിടെ കട്ടായി പോയി അറിയണ്ടേ. മാങ്കൊമ്പ്, പാലോട് ഇതൊക്കെ എന്താണ്? കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങളാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നതാണ് ഗതികോർജവും സ്ഥിതികോർജവും. 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട്. വളരെ ബേസ് ആയിട്ടുള്ളത് മാത്രമാണ് അതിൽ ചോദിച്ചിട്ടുള്ളൂ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഗതികോർജം സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ്. ഗതികോർജം വസ്തുവിൻ്റെ മാസിനെയോ പ്രവേഗത്തെയോ ആശ്രയിക്കുന്നില്ല. ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിന് ഗതികോർജ്ജമാണുള്ളത്. ചലനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ചലനം മൂലമാണല്ലേ. ചലനം മൂലമല്ലേ നമുക്ക് ഗതികോർജ്ജം ലഭിക്കുന്നത്. ബാക്കി നോക്കൂ. ഗതികോർജ്ജം സ്ഥാനം മൂലം ലഭിക്കുന്നതാണോ? അല്ല. സ്ഥാനം മൂലം ലഭിക്കുന്നത് ഏതാണ്? സ്ഥിതികോർജ്ജമാണ്. സ്ഥിതികോർജ്ജമാണ് സ്ഥാനം മൂലം ലഭിക്കുന്നത്. ഗതികോർജ്ജം വസ്തുവിൻ്റെ മാസിനെയോ പ്രവേഗത്തെയോ ആശ്രയിക്കുന്നുണ്ട്. ഗതികോർജ്ജം വസ്തുവിൻ്റെ മാസിനെയും പ്രവേഗത്തെയും ആശ്രയിക്കുന്നുണ്ട്. ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിന് എന്താണ്? സ്ഥിതികോർജ്ജമാണുള്ളത്. അതവിടെ ചലിക്കുന്നില്ല, നിശ്ചലമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്താണ്? സ്ഥിതികോർജ്ജമാണ് അവിടെ ഉള്ളത്. നമുക്ക് നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജം ഏതാണ്? സ്ഥിതികോർജ്ജമാണ്. വസ്തുക്കൾക്ക് സ്ഥാനം മൂലം എന്താണ്? ഇരിക്കുന്ന ഒരവസ്ഥ. കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ രൂപത്തിൻ്റെ എവിടെയാണോ ഒരു വസ്തു ഇരിക്കുന്നത് അതിൻ്റെ ആ രൂപം മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ് എന്ത് പറയുന്നത്? സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ ജലത്തിൻ്റെ ഒരു അവസ്ഥ, ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിൻ്റെ ഗതികോർജ്ജമാണ്. ടാങ്കിൽ അത് നിശ്ചലാവസ്ഥയിലാണ്. ആ ടാങ്കിൻ്റെ ഷേപ്പിലാണ് ആ ജലമുള്ളത്. അപ്പോൾ അതിൽ ലഭിക്കുന്ന ഊർജ്ജം ഏതായിരിക്കും? സ്ഥിതികോർജ്ജമായിരിക്കും. ഒരു വസ്തുക്കൾക്ക് സ്ഥാനം മൂലം ലഭിക്കുന്നത് ഏതാണ്? സ്ഥിതികോർജ്ജമാണ്. ചലനം മൂലം ലഭിക്കുന്നത് ഏതാണ്? ഗതികോർജ്ജമാണ്. അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് രൂപീകൃതമാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജം കൂടുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജം കൂടുന്നു. ജലസംഭരണിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജ്ജം ഏതാണ്? സ്ഥിതികോർജ്ജമാണ്. തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജം എത്രയായിരിക്കും? 0 ആയിരിക്കും. ചോദിച്ചിട്ടുണ്ട്. തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജം എത്രയാണ്? 0 ആണ്. ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജ്ജം ഏതാണ്? ഗതികോർജ്ജമാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ ഗതികോർജ്ജം എന്തായിരിക്കും? 4 മടങ്ങായിട്ട് വർദ്ധിക്കും. ഇമ്പോർട്ടൻ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ ഗതികോർജ്ജം എന്തായിരിക്കും? 4 മടങ്ങായിട്ട് വർദ്ധിക്കുന്നതായിരിക്കും. വസ്തുവിൻ്റെ ഭാരവും വേഗതയും കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് കൂടുന്നു? ഗതികോർജ്ജം കൂടുന്നു. ഇമ്പോർട്ടൻ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. വസ്തുവിൻ്റെ ഭാരവും വേഗതയും കൂടുന്നതിനനുസരിച്ചിട്ട് ഗതികോർജ്ജം കൂടുന്നു. ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 പോയിന്റും കൂടെ ഓർത്ത് വെച്ചേക്കുക. മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജ്ജം എന്ത് ചെയ്യും? കുറയും. എന്നാൽ സ്ഥിതികോർജ്ജം എന്ത് ചെയ്യും? കൂടുന്നു. മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജ്ജം കുറയും, എന്നാൽ സ്ഥിതികോർജ്ജം എന്ത് ചെയ്യും? കൂടുന്നു. ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഊർജ്ജ സംരക്ഷണ നിയമം ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഊർജ്ജത്തിൻ്റെ CGS യൂണിറ്റ് എന്താണ്? എർഗാണ്. ഊർജ്ജത്തിൻ്റെ CGS യൂണിറ്റ് ഏതാണ്? എർഗാണ്. ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ജൂളാണ്. ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ജൂളാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് 2 ഇതിലും ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. ഒന്ന് നമ്മുടെ പുനഃസംഘടന, ആ ഒരു ഭാഗം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഇത് രണ്ടും എന്താണ്? ഒരേ ഭാഗമാണ്. നമുക്ക് എന്താണ്? തൊട്ടടുത്തടുത്ത ഭാഗങ്ങളാണ്. അപ്പോൾ അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ.
നോക്കൂ, 1953 ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച ഭാഷാ പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഫസൽ അലി കമ്മീഷൻ. ഡോക്ടർ എച്ച് എൻ കുൻസ്രു ഇതിലെ ഒരു അംഗമായിരുന്നു. കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 18 സംസ്ഥാനങ്ങളും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു. 1956 നവംബർ 1-ാം തീയതി കേരള സംസ്ഥാനം ഭാഷയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നത് ഈ കമ്മീഷന്റെ ശുപാർശ പ്രകാരമായിരുന്നു. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 3 മാത്രമാണ് കേട്ടോ. 3 മാത്രമാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതവിടെ നിൽക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ വന്ന ക്വസ്റ്റ്യൻ നോക്കാം. സ്വാതന്ത്ര്യത്തിന് ശേഷം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് ലയിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നേതാക്കൾ ആരൊക്കെയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ, VP മേനോന്, മൗണ്ട് ബാറ്റൻ പ്രഭു. ഇതിൽ ഈ 4 ഓപ്ഷനിൽ നമുക്കറിയാം നാട്ടുരാജ്യ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും കൂടുതലായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ മൗണ്ട് ബാറ്റൻ പ്രഭു അവിടെ നോക്കേണ്ട ആവശ്യമില്ല. അറിയാത്ത ഒരാളാണെങ്കിൽ നമുക്ക് അത് തന്നെ കറക്റ്റ് ചെയ്യാവുന്നതാണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമ്മുടെ ഈ ഒരു ഭാഷാ പുനഃസംഘടന അത് കണ്ടോ, ഇത് മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ളൊരു PYQ ക്വസ്റ്റ്യൻ ആണ്. PYQ സെക്ഷനിൽ ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതൊന്ന് വായിച്ചു നോക്കാം. ഭാഷാടിസ്ഥാനത്തിനുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 1953 ഒക്ടോബർ 1-ന് ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു. 1953 നിലവിൽ വന്ന ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഫസൽ അലി, SK ദർ, പട്ടാഭി സീതാരാമയ്യ എന്നിവർ അംഗങ്ങളായിരുന്നു. ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി T ശ്രീരാമലു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു. ഇതിൽ ഓപ്ഷനായിട്ട് വരുന്നത് C ആണ് കേട്ടോ. 1, 2, 4 ഇവിടെ ശരിയായിട്ട് വരുന്നത്. പുനഃസംഘടനാ കമ്മീഷനിൽ ഫസൽ അലി, SK ദർ, പട്ടാഭി സീതാരാമയ്യ എന്നല്ല, ഫസൽ അലി, HN കുൻസ്രു അല്ലേ. അപ്പോൾ അതല്ല, 1, 2, 4 ആൻസർ ആയിട്ട് വരുന്നത്. പക്ഷേ നമുക്കിവിടെ കിട്ടിയ പോയിന്റ് നോക്കിയേ, 56 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു. അവിടെ തെറ്റായിട്ടുള്ളത് അതല്ലേ. 18 സംസ്ഥാനങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത്, 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടിയോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിലല്ല, മസ്റ്റായിട്ട് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ യൂസ്ഫുൾ ഉണ്ടാവുമേ. ഈ അടുത്ത 3rd, 4th ഇരിക്കുന്നവർ ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും മിനിമം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയാൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അത് നമ്മുടെ LGS LDC VFA ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും കുഴപ്പമില്ല, LGS ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും കുഴപ്പമില്ല. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അങ്ങനെ ഒരുപാട് ടൈം എടുത്തിട്ട് ചെയ്ത് നോക്കണമെന്നല്ല. അത്യാവശ്യം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ളതൊക്കെ നിങ്ങൾ ആ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം നമുക്ക് ഇപ്പോൾ വരുന്നത് ഡയറക്റ്റീവായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അല്ല, ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ളതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു പോയിന്റ് കിട്ടിയാലും, നമ്മൾക്ക് മുന്നേ പഠിച്ചതെന്ന് ഒരു പോയിന്റ് കിട്ടിയാലും നമുക്കത് കാര്യമാണ്. എല്ലാ ക്ലാസ്സിൽ നിന്നും എല്ലാ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും എന്താണ് കറക്റ്റായിട്ട് ഇന്നതെന്ന് വരും, ഇന്നത് പഠിക്കുക അങ്ങനെ കിട്ടില്ല. നമ്മളാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? നമുക്ക് കിട്ടുന്ന കണ്ടൻറ്റുകൾ നമ്മളാണ് അവിടെ യൂസ്ഫുള്ളായിട്ട് മാറ്റേണ്ടത്. നമ്മളാണ് അവിടെ സ്മാർട്ട് വർക്ക് ചെയ്യേണ്ടത്. ഒരു കണ്ടൻറ്റ് അവർ തരികയാണെങ്കിൽ അതിനെ എങ്ങനെ യൂസ്ഫുൾ ആക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ അതങ്ങനെ വായിച്ചു പോയി, അത് ഉത്തരം ശരിയാണ്, അത് ഓക്കെ, അതങ്ങനെ വിട്ടു. പക്ഷേ അതിൽ കാര്യമില്ല. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ടുള്ളത് നമ്മൾ പഠിച്ചിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് പിന്നീട് നമുക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം കൂടെ നോക്കാം. ഇനി ഇതിൽ പറയാനൊന്നുമില്ലല്ലോ, ഇതിൻ്റെ ആൻസറൊക്കെ ഞാൻ പറഞ്ഞതല്ലേ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ആദ്യമായി ഉയർന്നു വന്ന കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1920 നാഗ്പൂർ സമ്മേളനമാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യവും ആദ്യമായിട്ട് ഉയർന്നു വന്നത് ഏതാണ്? 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ്. അതുപോലെ തന്നെ മുന്നേ തന്നെ കേട്ടോ, 48 ഡിസംബറിൽ തന്നെ ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു? കോൺഗ്രസ് നിയമിച്ചിട്ടുണ്ടായിരുന്നു. അതേതായിരുന്നു? JVP കമ്മിറ്റി എന്നാണ് കേട്ടോ അറിയപ്പെട്ടിരുന്നത്. അതിൽ ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. ഓക്കെ അല്ലേ. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലും പട്ടാഭി സീതാരാമയ്യ ഒക്കെ എന്തിലാണുള്ളത്? JVP കമ്മിറ്റിയിലാണുള്ളത്, അല്ലാണ്ട് ഫസൽ അലി കമ്മീഷനിലല്ല. ഓക്കെ അല്ലേ. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. 1953 ഒക്ടോബർ 1-നാണ് എന്ത് രൂപം കൊള്ളുന്നത്? ആന്ധ്രാപ്രദേശ് രൂപം കൊള്ളുന്നത്. അത് നമ്മുടെ ആന്ധ്രാപ്രദേശ് ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശ് രൂപീകരിക്കണമെന്ന ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിരാഹാരം അനുഷ്ഠിച്ച് മരണമടഞ്ഞ ഒരു വ്യക്തിയാണ് T ശ്രീരാമലു എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ T ശ്രീരാമലു ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട്? ആന്ധ്രാപ്രദേശിൻ്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ.
സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലി. ആരൊക്കെയായിരുന്നു അംഗങ്ങൾ? സർദാർ കെ എം പണിക്കർ, എച്ച് എം കുൻസ്രു. സർദാർ കെ എം പണിക്കർ, എച്ച് എൻ കുൻസ്രു ആണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് പറയുന്നത്. എന്നാണത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചത്? 1953 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്ന വർഷം ഏതാണ്? 1956 ആണ്. 1956 നവംബർ 1-ാം തീയതി 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. 56 നവംബർ 1-ന് എന്ത് വന്നു? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. ഓക്കെ അല്ലേ? നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. രാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ഏൽപ്പിക്കുന്നതിന് സർദാർ വല്ലഭായ് പട്ടേലും വി പി മേനോനും ചേർന്ന് തയ്യാറാക്കിയ കരാറാണ് എന്ത് എന്ന് പറയുന്നത്? ലയന കരാർ എന്ന് പറയുന്നത്. നേതൃത്വം കൊടുത്തത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. വി പി മേനോൻ, അത് നമ്മുടെ വി പി മേനോനുമായിട്ട് ബന്ധപ്പെട്ട് മുന്നേ വന്നിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ഒഡീഷയുടെ ഗവർണറായ വർഷം ചോദിച്ചിട്ടുണ്ട്. 1952 ആണ്. SCERTയിലാണ് 1952 എന്ന് കിടക്കുന്നത്. പക്ഷേ നമ്മുടെ ബാക്കിയുള്ള റെഫറൻസിലൊക്കെ 1951 എന്നാണ് കേട്ടോ കിടക്കുന്നത്. നമുക്ക് SCERT നോക്കിയാൽ മതി. 1952 ആണ്. ഒഡീഷയുടെ ഗവർണറായത് വി പി മേനോൻ ഒഡീഷയുടെ ഗവർണറായത് 1952 അദ്ദേഹത്തിൻ്റെ 2 ബുക്കുകളാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ദി സ്റ്റോറി ഓഫ് ദി ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള 2 ബുക്കുകളാണ്. അത് രണ്ടും കൂടെ ചോദിച്ചിട്ടുണ്ട്. ഇത് രണ്ടും അതും കൂടെ ഒന്ന് നോക്കിയിരിക്കുക. ലയന കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടി വന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? പ്രതിരോധം, വാർത്താവിനിമയം, വിദേശകാര്യം. ലയന കരാർ അനുസരിച്ചിട്ട് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടി വന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? പ്രതിരോധം, വാർത്താവിനിമയം, വിദേശകാര്യം. നമുക്കറിയാം ആ നാട്ടുരാജ്യ സംയോജനത്തിൽ പെടാണ്ട നിന്നും ഒരു 3 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? ഏതൊക്കെയായിരുന്നു? കാശ്മീർ, പിന്നെ ഏതാണ്? ജുനഗഡ്, പിന്നെ ഹൈദരാബാദ് അല്ലേ? ഇത് 3മാണ് നമ്മുടെ നാട്ടുരാജ്യ സംയോജനത്തിൽ ചേരാതെ വിട്ടു നിന്നിട്ടുണ്ട് 3 നാട്ടുരാജ്യങ്ങളെന്ന് പറയുന്നത്. കാശ്മീർ എങ്ങനെയാണ് നാട്ടുരാജ്യ സംയോജനത്തിൽ ചേർന്നത്? ലയന കരാർ വഴിയാണ് കേട്ടോ. ലയന കരാർ വഴിയാണ് കാശ്മീർ നാട്ടുരാജ്യത്തിൽ ചേർന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ജുനഗഡ് എങ്ങനെയാണ് ചേർന്നിട്ടുള്ളത്? ജനഹിത പരിശോധന വഴിയാണ് കേട്ടോ. ജനഹിത പരിശോധന അല്ലെങ്കിൽ റഫറണ്ടം, അതും ചോദിക്കാറുണ്ട്. റഫറണ്ടം അല്ലെങ്കിൽ ജനഹിത പരിശോധന വഴിയാണ് ജുനഗഡ് നാട്ടുരാജ്യ സംയോജനത്തിൽ ചേർന്നിരിക്കുന്നത്. ഹൈദരാബാദ് ആണെങ്കിലോ, ഹൈദരാബാദ് ഓപ്പറേഷൻ പോളോ ആണ് കേട്ടോ. ഓപ്പറേഷൻ പോളോ വഴിയാണ്. 1948 ഓപ്പറേഷൻ പോളോ. അത് എന്തിനെ നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു? ഹൈദരാബാദിനെ നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്നത്. അത് മുഖേനയാണ് ഹൈദരാബാദ് നാട്ടുരാജ്യ സംയോജനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ആദ്യമായിട്ട് നമ്മുടെ നാട്ടുരാജ്യ സംയോജനത്തിൽ ചേർന്ന് ലയിച്ചത് ഏതാണ്? ഭാവ്നഗറാണ് കേട്ടോ. ഭാവ്നഗറാണ്. ഭാവ്നഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാട്ടുരാജ്യമാണ് ആദ്യമായിട്ട് ഈ ഒരു ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചത് കേട്ടോ. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇന്ത്യ വിഭജിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകുന്നതിനുമായി മൗണ്ട് ബാറ്റൻ തയ്യാറാക്കിയ പദ്ധതി ഏതാണ്? മൗണ്ട് ബാറ്റൻ പ്ലാനാണ്. മൗണ്ട് ബാറ്റൻ പദ്ധതി തയ്യാറാക്കാൻ അദ്ദേഹത്തെ സഹായിച്ച വ്യക്തി ആരാണ്? വി പി മേനോൻ. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മൗണ്ട് ബാറ്റൻ പദ്ധതി തയ്യാറാക്കാൻ അദ്ദേഹത്തെ സഹായിച്ച വ്യക്തി ആരാണ്? വി പി മേനോൻ. ഇന്ത്യ പാക് അതിർത്തി നിർണ്ണയിക്കാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? സിറിൽ റാഡ്ക്ലിഫ് ആണ്. സിറിൽ റാഡ്ക്ലിഫ് ആണ് ഇന്ത്യ പാക് അതിർത്തി നിർണ്ണയിക്കാൻ മൗണ്ട് ബാറ്റൻ പദ്ധതി ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? റാഡ്ക്ലിഫ് രേഖ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യനെ ചർച്ച ചെയ്യുന്നുള്ളൂ. ബാക്കി പുറകെ വരുന്നതായിരിക്കും. എന്തായാലും 3rd 4th നമ്മുടെ എക്സാമിന് മുന്നേ നമ്മൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ മറക്കണ്ട, +1 നമ്മുടെ ഭൂപ്രകൃതി എന്നുള്ളത് നിങ്ങൾ മറക്കണ്ട. ഞാൻ ടെലിഗ്രാമിൽ അതിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇന്ന് പഠിക്കുക. നാളെ നമുക്കതിൻ്റെ മോക്ക് ടെസ്റ്റ്, ആ ഒരു ചാപ്റ്റർ മാത്രമായിട്ട് നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ക്ലാസ് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. വീണ്ടും നല്ലൊരു ക്ലാസ്സിൽ കാണാവേ. താങ്ക് യു. പിന്നെ ഇതിൻ്റെ നമ്മുടെ PYQ റിലേറ്റഡ് ഫാക്റ്റ് കുറച്ചായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓരോ ഓപ്ഷൻ വെച്ചിട്ടുള്ളത്, അങ്ങനെ റിലേറ്റഡ് ഫാക്റ്റ് ആയിട്ടുള്ളത് ഞാൻ ഓരോ ദിവസം കുറച്ചായിട്ട് അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ട്. ഞാനും അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ അതും കൂടെ നിങ്ങൾക്ക് ക്ലാസ് ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിക്കണം. അപ്പോൾ ടാറ്റ.